ബിഗ് ബോസ് സീസൺ 7 വരാം. ജിസയിലും അനുവും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പറഞ്ഞത് പരിഹരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഇനി ബിഗ് ബോസ് തീരുന്നവരെ അവർ തമ്മിൽ വഴക്കുണ്ടാകും, ഒരു ശത്രുക്കളെ പോലെ പോകുമെന്നൊക്കെയാണ് വിചാരിച്ചത്. എന്നാൽ അവർ തമ്മിൽ അങ്ങനെ അടിപൊളിയും പ്രശ്നമൊന്നും ഇനി ഉണ്ടാവത്തില്ലെന്നാണ് തോന്നുന്നത്. കാരണം പഞ്ചാബി കുട്ടി ജിസയിലും അനുവും തമ്മിൽ അവരുടെ കാര്യങ്ങളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയൊക്കെ ചെയ്ത് അങ്ങനെ അവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു കൂട്ടായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇനി ഉണ്ടാകത്തില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഓരോ ഷോ തീരും വരെ, തുടക്കം മുതൽ അവസാനം വരെ ഒരാൾക്കാർ തന്നെ ശത്രുക്കളായിട്ട് നിൽക്കുന്നതെന്നും അത്ര നല്ല കാര്യമല്ലല്ലോ. അതുകൊണ്ട് എന്താണേലും അവർ സ്നേഹത്തോടെ ഒരുമിച്ച് മുമ്പോട്ട് പോകുന്നതാണെങ്കിൽ കാണാൻ നമുക്കും അതുപോലെ അവർക്കുമൊക്കെ നല്ലത്. അപ്പോൾ ഒരു വഴക്കുണ്ടാക്കാതെ ഒരു തീപ്പൊരി വാർന്ന പ്രശ്നം അവർക്കിടയിൽ വന്നതാണ്. ഒരു മൈക്കിൻ്റെ പേരിൽ മൈക്ക് കാണാതെ മാറിപ്പോയപ്പോൾ രണ്ടുപേരുടെ മൈക്ക് തമ്മിൽ മാറിപ്പോയി. അങ്ങനെ ഹനുവിൻ്റെ കയ്യിലിരുന്ന ജിസേലിൻ്റെ മൈക്കായിരുന്നു. അപ്പോൾ ജിസേൽ വഴക്കുണ്ടാക്കി, അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വന്നായിരുന്നു. എന്താണെങ്കിലും ആ പ്രശ്നമൊക്കെ പറഞ്ഞ് പരിഹരിച്ച് തീർത്തിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ അവർ തമ്മിലുള്ള ഒരു വഴക്കും ഇല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി തുടർന്നുള്ള ബിഗ് ബോസിൻ്റെ എപ്പിസോഡിൽ നമുക്കറിയാം അവർ തമ്മിൽ ഇനി പിണങ്ങുമോ വഴക്കുണ്ടാക്കുമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമോ. എന്താണെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തതാണ് പിള്ളേരെ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. അതുപോലെ ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെച്ചാലേ എൻ്റെ പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അത് ബിഗ് ബോസിൻ്റെ ആണെങ്കിലും ഏത് വീഡിയോയുടെ ആണെങ്കിലും നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾ കഴിവതും ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ള പിള്ളേരായിട്ട് ടാറ്റ.